ബഹുമാന്യരെ, പ്രസ് കോൺഫറൻസിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സിറ്റിസൺസ് അലയൻസ് ഫോർ സോഷ്യൽ ഈക്വാലിറ്റി കേസ് എന്ന സാമൂഹിക വേദിയുടെ ചെയർമാൻ ടി പി നസീർ ഹുസൈൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്താണ് കേസ് സിറ്റിസൺസ് അലയൻസ് ഫോർ സോഷ്യൽ ഈക്വാലിറ്റി? കേസ് നമ്മുടെ പൗരന്മാരുടെ ഒരു കൂട്ടായ്മ. അത് രൂപപ്പെട്ട സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതിമത ധ്രുവീകരണം ശക്തമാവുകയും കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് ക്ഷതമേൽപ്പിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകർ ഒരു പറ്റം ഈ കാര്യത്തിൽ പ്രണതയുക്തരായ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് കേസ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് ഈ രീതിയിലുള്ള പ്രവർത്തനം താൽക്കാലിക രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നേരിട്ട് ചെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. കൂടാതെ മതസംഘടനകളെയും കാണും. അതുമാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാതൃക ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രശസ്ത ചരിത്രകാരനായ ചിന്തകനുമായ ഡോക്ടർ MTS നാരായണനാണ് നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തത്. അങ്ങനെ കേരളത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കേരള സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുപരമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കേസിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒരു സൂചന കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ നൽകുകയുണ്ടായി. എത്ര കാലമായി കേസ് രൂപീകൃതമായിട്ട്? കഴിഞ്ഞ 3 വർഷമായി കേസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് കോവിഡ് കാലഘട്ടത്തിലുള്ള ചില പ്രയാസങ്ങളുണ്ടായെങ്കിൽ പോലും നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ, അവസര സമത്വവും തുല്യതയും ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും, OBC, SC, ST അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യ നീതി ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവർക്കുള്ള അവസര സമത്വവും ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്താനും ആവശ്യപ്പെടുന്നതിനുമാണ് കേസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഒന്ന് വിശദീകരിക്കാമോ? അതെ, കേരളത്തിൽ വന്ന നമ്മുടെ സാമ്പത്തിക വിഭവങ്ങളുടെ വിതരണത്തിലെ മേഖലകൾ തിരിച്ചുള്ള എല്ലാ ജില്ലകളിലും പ്രവേശനങ്ങളിലും ഒക്കെ തന്നെ സംസ്ഥാന വിഭവങ്ങളും ദേശീയ വിഭവങ്ങളും സന്തുലിതമായി വിതരണം ചെയ്യപ്പെടുന്ന നീതിപൂർവമല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ബജറ്റ് പ്രിപ്പറേഷനിൽ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്ക് അതീതമായി വിഭവങ്ങളെ സന്തുലിതമായി ന്യായമായ വിതരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മതസംഘടനകളെ കേരളത്തിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സാങ്കല്പികമായി അകൽച്ച സൃഷ്ടിക്കാൻ എന്നുള്ളത് അപകടകരമാണെന്ന് മതനേതൃത്വങ്ങളെ കണ്ട് അവരെ ഉണർത്തുന്നതിനും ഞങ്ങൾ എളിയ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വിദ്വേഷ പ്രചരണങ്ങളുടെ നടക്കുകയാണ്. ആ വിദ്വേഷ പ്രചരണങ്ങൾ തടയിടാൻ കേസ് എന്തെങ്കിലും നടപടികൾ ചെയ്തിട്ടുണ്ടോ? കേസ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വിഷയത്തിൽ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ശരിയല്ല എന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകിയ അഫിഡവിറ്റും കോടതിയിലെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ചൂണ്ടിക്കാണിക്കുകയും ഇത് സംബന്ധിച്ച് റോമിലെ മാർപ്പാപ്പ പോലും ഈ അപകടകരമായ ഈ രീതിയിലുള്ള ധ്രുവീകരണ ശ്രമങ്ങൾ ആപൽക്കരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പോലും കേസ് പെടുത്തുകയുണ്ടായി. ഇപ്പം നമ്മളൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ ഒരു അവസരത്തിൽ കേസ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? വളരെ അതീവ പ്രാധാന്യം, ഇന്ത്യൻ ചരിത്രത്തിലെ വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ഇത് സത്യത്തിൽ നമുക്ക് ഭരണഘടന എന്ന് പറയുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും 1857 മുതൽ 47 വരെയുള്ള 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ലക്ഷക്കണക്കിൽ, നമുക്കറിയില്ല, അറിയപ്പെടാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവരക്തത്തിൽ നിന്ന് നേടിയെടുത്ത ആണ് ഭരണഘടന. അവരുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീകമാണ് ഭരണഘടന. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ, കോടതികളെയും ജുഡീഷ്യറിയെയും പാർലമെൻറ്റിനെയും ഒക്കെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ്
മുഖ്യമായും കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ ജീവാത്മാവിനെ തന്നെ അതിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇടക്കാലത്ത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മതങ്ങളെയും ഭാഷകളെയും ഉപയോഗിക്കുന്ന തെറ്റായ പ്രവണത ഉണ്ട്. യഥാർത്ഥത്തിൽ മതപരമായോ ഭാഷാപരമായോ ഗോത്രപരമായ പ്രശ്നങ്ങളെക്കാളേറെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉള്ള രാഷ്ട്രമാണ്. ഈ ജനങ്ങൾക്ക് കഴിഞ്ഞ 4-5 വർഷമായി ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ല, ശമ്പളങ്ങൾ തൃപ്തികരമായി കിട്ടുന്നില്ല. IIT-യിൽ പോലും 36% ആളുകൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. IIT, IIM പോലെ സ്ഥാപനങ്ങൾ പോലും ആളുകൾ അഭ്യസ്തവിദ്യർ പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. വളരെ ആപൽക്കരമായ സ്ഥിതി. ഐക്യരാഷ്ട്രസഭയുടെ തൊഴിലാളി സംഘടനയായ വിഭാഗമായ ILO ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ആ മുഖ്യ പ്രശ്നത്തെ മാറ്റി വൈകാരിക പ്രശ്നങ്ങൾ മാറ്റി നിർത്തുന്ന പ്രവണതയാണ് കാണുന്നത്. ഫോക്കസ് ചെയ്യപ്പെടേണ്ട പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ്, അൺഎംപ്ലോയ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ അസഹ്യമായ വിലക്കയറ്റം, എല്ലാ ബഡ്ജറ്റുകളും വരുമാനം കുറഞ്ഞു വരികയും നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ മാത്രമല്ല ഗ്യാസ്, പെട്രോൾ, അതിനേക്കാൾ ആരോഗ്യരംഗത്ത് ഫാർമ പല പ്രശ്നങ്ങളുടെ കാരണമായും ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 100%, 200% മരുന്നുകളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദേശീയ പ്രാധാന്യമുള്ളത് ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും, അതേപോലെ തന്നെ സമ്പന്നരായ അദാനിയും അംബാനിമാരും വളർന്നു വരികയും കൂടുതൽ ശക്തരാവുകയും പാവപ്പെട്ടവനും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം, വരുമാനത്തിൽ അന്തരമാണ് മുഖ്യമായ പ്രശ്നം. അങ്ങനെ മൂന്നാമത്തെ പ്രശ്നം തന്നെ ഇവിടുത്തെ സ്വകാര്യവൽക്കരണം. നമ്മളെ തുറമുഖങ്ങളാവട്ടെ, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുകളായ ഖനിജ വസ്തുക്കൾ, ധാതുക്കൾ, ഇവയെല്ലാം ഈ മതപരമായ ധ്രുവീകരണ ചർച്ചകളുടെയും മുത്തലാഖിൻ്റെയും 320 വകുപ്പിൻ്റെയും മറവിൽ അവയെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു മുതലാളിത്ത ചങ്ങാത്ത പങ്കാളിത്ത ഭരണ സംവിധാനമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. അവയിൽ നിന്ന് ഈ രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ബുദ്ധിപൂർവമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നാണ് കേസ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളോട് കേസ് ആവശ്യപ്പെടുന്നത്. നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം കേരളത്തിൽ ആവശ്യമില്ലെങ്കിലും കേരളത്തിൽ 5 മണ്ഡലങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾക്ക് വിജയസാധ്യത അവർക്കുണ്ട്. ആ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കേസിന് എന്തെങ്കിലും ഉത്കണ്ഠയുണ്ടോ? കേസ് ആ കാര്യത്തിൽ അങ്ങനത്തെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് നമുക്ക് കേരളത്തിൻ്റെ ഒരു അനുഭവം. പ്രത്യേകിച്ച് സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ജനകീയ കൂട്ടായ്മ, ജനകീയ ആസൂത്രണത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഗ്രാമസഭകൾ, അതുകൂടാതെ കേരളത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഇന്ത്യയിൽ ആന്ധ്രയ്ക്ക് ശേഷം കേരളത്തിൽ ടെസ്റ്റ് സൈറ്റ് കുടുംബശ്രീ നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീയിലും അയൽക്കൂട്ടങ്ങൾ ആഴ്ചയിൽ ഒരാഴ്ച ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ, ഒരാഴ്ചയാണെങ്കിൽ ഒരു നായർ വീട്ടിൽ, അടുത്ത ആഴ്ച തീയര വീട്ടിൽ SC ST മാറി അവാന്തര വിഭാഗങ്ങൾക്കിടയിലൂടെ ചായ കഴിക്കുകയും പിരിയുകയും ചെയ്യുന്ന വളരെ അത്യപൂർവമായ, ലോകത്തൊരു രാഷ്ട്രത്തിലും കാണാത്ത ഉള്ള ഒരു ഫാബ്രിക് അന്തർധാര കേരളത്തിലെ ജനസമൂഹങ്ങളിലുണ്ട്. അപ്പോൾ കേരളീയ സമൂഹത്തെ ഇത്ര വർഗീയ ചിന്തകൾക്ക്, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും കേരളത്തിന് അപകടപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേസ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിനെതിരെയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ബുദ്ധിപൂർവമായി ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ വോട്ടുകൾ ഏകോപിപ്പിക്കണമെന്ന് ഉള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായിട്ടാണ് കേസ് മനസ്സിലാക്കുന്നത്. അത്തരം ശ്രമങ്ങളെ കേസ് സർവാത്മാന സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിനും ഭരണഘടനയും സംരക്ഷിക്കുന്നതുമായ ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, കേസിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? കേസ് ഇനി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഭാവി പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? അതെ, കേരളം ദശാബ്ദങ്ങളായി ആർജിച്ച സവിശേഷമായ ഒരു മതസൗഹാർദ്ദം, പ്രത്യേകിച്ച് യഹൂദ സമുദായവും ക്രൈസ്തവ സമുദായവും ബൗദ്ധ സംസ്കാരവും ജൈനവും, കർണാടകയിൽ നിന്ന് വയനാട്ടിലെ ജൈന വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർത്തിട്ടുള്ള ഒരു സാംസ്കാരിക അന്തർധാര, അതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളും ആ സമൂഹങ്ങളുടെയൊക്കെ അയ്യങ്കാളിയുടെയും ശ്രീനാരായണഗുരുവിൻ്റെയും എല്ലാം തന്നെ പോരാട്ടങ്ങളുടെ ഒരു ഫലമായി രൂപപ്പെട്ട ഒരു മാതൃകാ സമൂഹമാണ് കേരളം. കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മാതൃകയാണ്. കാരണം മറ്റ് യൂറോപ്യൻ ആഫ്രിക്കൻ്റെ അപ്പാർത്തീഡുള്ളപ്പം അപ്പാർത്തീഡ് ഇല്ലാതെ, കറുത്തവരും വെളുത്തവരും വംശീയതയില്ലാതെ സമത്വസുന്ദരമായുള്ള ഒരു സംവാദം നടക്കുന്ന, ആർക്കും തോളോട് തോളൊരുമി നിൽക്കാൻ കഴിയുന്ന സാമൂഹിക അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ആ അന്തരീക്ഷത്തെ വികലപ്പെടുത്താനും
അതിനെ വികൃതമാക്കാനും ശ്രമിക്കുന്ന ശക്തികളിൽ നിന്ന് കേരളീയ സാംസ്കാരികധാരയെ സംരക്ഷിക്കാനുള്ള ചിന്താ പദ്ധതികൾ, കൂട്ടായ്മകൾ, വിവിധ സമുദായ സംഘടനകളുടെ മതമേലധ്യക്ഷന്മാരുടെ ഐക്യപ്രവർത്തനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സംഘടനകളെ ഒന്നിച്ചു നിർത്താനുള്ള കേരളത്തെ ഇനിയും വരും കാലങ്ങളിൽ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്ന, ലോകത്ത് പരിഗണിക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ മലയാളികളുടെ സംഭാവനകളെ ശക്തിപ്പെടുത്താനാണ് കേസ് ഈ കാര്യത്തിൽ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തൊക്കെ പറഞ്ഞാൽ സാമൂഹ്യ നീതി കഴിഞ്ഞ 10-70 വർഷത്തെ ഭരണത്തിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളും, മണ്ഡൽ കമ്മീഷൻ, OBC, SC, ST പ്രശ്നങ്ങളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സമ്പൂർണ്ണമാവുന്നതും സമൂഹം സംതൃപ്തമാവുമ്പോൾ സാമൂഹ്യ വിഭവങ്ങളുടെ, നാച്ചുറൽ റിസോഴ്സസിൻ്റെ സന്തുലിതമായ വിതരണമാണ്. ഒരു വെർട്ടിക്കൽ ലെവലിൽ നിന്ന് മാറി ഹൊറിസോണ്ടൽ ലെവലിലേക്ക് സമ്പത്ത് തുല്യമായി ആനുപാതികമായി വീതിക്കപ്പെടുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മത ജാതി വിഭാഗങ്ങളിലെ ആളുകൾക്കും ഒരു കൂട്ടായി അവർക്ക് പൂരകമായി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള വേദികൾ ഒരുക്കുന്നതിലും കേസ് ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് കേസിൻ്റെ ഭാവി പദ്ധതികൾ.